നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നോട് മനസ്സ് തീർക്കാനുള്ള തയ്യാറെടുപ്പില്ല പാവം. പക്ഷേ ഈ പ്രപ്പോസൽ സീനും ഏതെങ്കിലും 7 സ്റ്റാർ റെസ്റ്റോറന്റിലായിരുന്നു നടക്കേണ്ടിയിരുന്നത്. ഇതൊരുമാതിരി ദാരിദ്ര്യം പിടിച്ച ഏരിയ ആയിപ്പോയി. പ്രപ്പോസ് ചെയ്തിട്ട് എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ട് പോവാം. ഹലോ ശിവാനി, എപ്പോ വന്നു? ഹലോ, വരൂ. വന്നല്ലോ. എന്നാ വാ, ഇരിക്കാം. എവിടെ ഇരിക്കാൻ? ഓ അയ്യോ, അതും നേരാണല്ലോ. എവിടെ ഇരിക്കും? ശിവാനി, നമുക്ക് കാറിലിരുന്നാലോ? വേണ്ട പ്രണവ്, ചിലതൊക്കെ തുറന്ന് സംസാരിക്കാൻ ഇത്തരം മനോഹരമായ അന്തരീക്ഷം നല്ലത്. അതെ അതെ, മന്ദമാരുതൻ നന്നായിട്ട് വീശുന്നുണ്ടല്ലോ. അയ്യോ പ്രണവ്, മന്ദമാരുതനല്ല, അതൊക്കെ പണ്ട്. ഇപ്പൊ അതല്ല ട്രെൻഡ്. കാറ്റ് മേലെ, കാറ്റ് കീഴെ, കാറ്റ് സൈഡില്, കാറ്റ് റൈറ്റില്, അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ കാറ്റാ ഇവിടെ. ഞാനേ ഭയങ്കര നെർവസ് ആയിരുന്നു. ഇതെങ്ങനെ പറയൂന്നോർത്ത് നിൽക്കുമായിരുന്നു. പക്ഷേ താമെന്ന് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ നെർവസ്നെസ് ഒക്കെ അങ്ങ് മാറി. മൈൻഡ് ഒന്ന് ഫ്രീ ആയ ഫീലിംഗ്. എന്നാ വീണ്ടും നെർവസ് ആവുന്നതിന് മുൻപ് എന്നോട് പറയാനുള്ളത് പറഞ്ഞോ. അഥവാ ഞാൻ നെർവസ് ആയാലും അത് മാറ്റാൻ താനുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ശിവാനി, അതായത് എനിക്ക് പറയാനുള്ളത്. വേഗം പറ പ്രണവ്. എന്റെ കുറെ നാളത്തെ അധ്വാനം സക്സസ് ആവുന്ന നിമിഷം വരാൻ ഞാൻ കാത്തിരിക്കുക. ഞാൻ എന്റെ കയ്യിൽ ശിവാനിയുടെ കുറെ ഫോട്ടോസൊക്കെ ഉണ്ട്. പ്രണവിന്റെ ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്. ഞാനേ തന്റെ ഫോട്ടോസ് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചിരുന്നു. എന്തിനാ എന്റെ ഫോട്ടോസ് മറ്റുള്ളവരെയൊക്കെ കാണിക്കുന്നേ? അതൊക്കെ പ്രണവിന് മാത്രം കണ്ടാ പോരെ? തന്റെ ഫോട്ടോസ് അവരെ കാണിച്ചത് നന്നായെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. അതെന്താ? എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് പ്രതീക്ഷന് തന്റെ ഫോട്ടോ ഒരുപാട് ഇഷ്ടമായി. അല്ല, തന്നെ കല്യാണം കഴിച്ച കൊള്ളാന്ന് അവന് ആഗ്രഹമുണ്ട്. പ്രതീക്ഷിൻ്റെത് വളരെ നല്ല സ്വഭാവമാണ്. വളരെ താഴെ തട്ടിന്ന് ഉയർന്നു വന്നവനാണ് അവൻ. അച്ഛനും അമ്മയും കന്നുകാലികളെ വളർത്തിയ അവനെയും 2 പെങ്ങന്മാരെയും പഠിപ്പിച്ചത്. വെരി നൈസ്. അല്ല, മിസ്റ്റർ പ്രതീഷ് ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവനിപ്പോഴേ വലിയൊരു ഫാം നടത്തുക. 100-ൽ കൂടുതൽ പശുക്കളുണ്ട്. 1000 ലിറ്ററോളം പാല് ഡെയിലി വിൽക്കുന്നുണ്ട്. ചാണകം വഴിയുള്ള വരുമാനം വേറെയും. ചാണകം? വിവാഹം നടന്നു കഴിഞ്ഞാൽ അവന്റെ കൂടെ ശിവാനിക്ക് ഫാമിലി ജോലി ചെയ്യാം. രാവിലെ ശിവാനി എന്റെ കാർ കഴുകുന്നത് കണ്ടപ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി. സ്വന്തം മക്കളെ പോലെ പ്രതീഷിന്റെ പശുക്കളെ സംരക്ഷിക്കാൻ തനിക്ക് പറ്റും. ഞാനവനോട് പെണ്ണ് കാണാൻ വരാൻ പറയട്ടെ? ഞാനേ എന്റെ അച്ഛനോടും അമ്മയോടൊന്ന് ആലോചിക്കാം. ആളിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നോളൂ. ആ പശുപാലനെ ഞാനൊന്ന് കാണട്ടെ. ഇപ്പൊ തന്നെ അയച്ചാലോ? അത്ര ആവശ്യം വേണ്ട, പതുക്കെ സൗകര്യം പോലെ അയച്ചാ മതി. ഓക്കെ, എങ്കിൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ. വസുന്ധര ആന്റി പറഞ്ഞ ഒരു ക്ലയന്റിനെ കാണാനുണ്ട്. എങ്കിൽ എന്നെ സിറ്റിയിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അയ്യോ ശിവാനി, പരിചയക്കാരെങ്കിലും കണ്ട തെറ്റിദ്ധരിക്കും. താൻ എന്റെ ഫ്രണ്ടിന്റെ വൈഫാകാൻ പോകുന്ന ആളല്ലേ. ശിവാനി താനെ ഒരു ഓട്ടോ പിടിച്ച് പോയാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ. സീ യു. ഇതുവരെ വെള്ളം കോരിയതൊക്കെ വെറുതെയായി. ഇവൻ എന്റെ പിടിയിലാണെന്ന് വിശ്വസിച്ചതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി. എല്ലാം ഒന്നേന്ന് വീണ്ടും തുടങ്ങണം. എന്തായാലും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഗൗതം അല്ലെങ്കിൽ പ്രണവ്, രണ്ടിലൊരാൾ എനിക്കുള്ളത് തന്നെയാ.
അമ്മ വേഗം റെഡിയാവ്. അമ്മയോട് ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടല്ലേ അമ്മാവൻ പുറത്തേക്ക് പോയത്. ഒരുങ്ങി കെട്ടി ഓടി ചെന്നിട്ട് എന്താ കാര്യം? പണത്തിന് പണം തന്നെ വേണ്ടേ? വസുന്ധരയുടെ മുന്നിൽ ചെന്ന് പണമില്ലാതെ നാണം കെടുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇവിടെ നിന്ന് ആരും ചെന്നില്ലെങ്കിൽ അവിടെ നാണം കെടാൻ പോകുന്നത് ചേച്ചിയായിരിക്കും. ആഹാ, ഇതെന്താ ഇത്? ചന്ദ്രി ഇതുവരെ ഈശ്വരമംഗലത്തേക്ക് പോകാൻ റെഡിയായില്ലേ? നമുക്കൊരുപാട് തിരക്കുകളുണ്ട് ചന്ദ്രി. ഇന്ന് തന്നെ പോയി മാല എടുക്കണ്ടേ? നിഖിലേ, നിനക്കും കോളേജിൽ പോകണ്ടേ? നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. വാ. അങ്ങോട്ട് പോയിട്ടെന്തിന്? ഈശ്വരമംഗലംകാർ അവരുടെ കാശ് കൊണ്ട് വാങ്ങിക്കുന്ന സ്വർണം കണ്ട് ആസ്വദിക്കാനോ? ഈശ്വരമംഗലംകാർ സ്വർണം എടുക്കുമായിരിക്കും, പക്ഷേ ഇവിടുന്ന് കൊടുക്കാന്ന് പറഞ്ഞ മാല കൊടുക്കുക തന്നെ ചെയ്യും. അതിന് മാല എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ എവിടുന്നാ കാശ്? എനിക്ക് കടം കിട്ടാനുള്ള സോഴ്സ് എല്ലാം ബ്ലോക്ക് ചെയ്തതിന്റെ സന്തോഷത്തിലാണ് നീ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു വാതിൽ അടയുമ്പോ ദൈവം വേറെ 100 വാതിൽ തുറന്നിടുന്നു നിനക്കറിയില്ല. ഏട്ടൻ വീണ്ടും കടം വാങ്ങിയോ? ദാ നോക്ക്, 5 ലക്ഷം രൂപയുണ്ട്. വസുന്ധര ആവശ്യപ്പെട്ടതുപോലെ 5 പവനല്ല 8 പവൻ സ്വർണം വാങ്ങാനുള്ള കാശ് ഇതിലുണ്ട്. ഏട്ടാ, എവിടുന്ന് ഇത്രയും കാശ്? അത് ഞങ്ങൾക്കറിയണം. തൽക്കാലം ഈ പണത്തിന്റെ സോഴ്സ് എന്താണെന്ന് നിങ്ങളാരും അറിയണ്ട. സ്വർണത്തിനുള്ള പണം സംഘടിപ്പിക്കാന്ന് ഞാൻ നിധിക്ക് വാക്കു കൊടുത്തതാ. അത് ഞാൻ പാലിച്ചു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഏട്ടനെ കൂടുതൽ കടക്കാരനാക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഓ, നിന്റെ പുന്നാര ഏട്ടൻ കടക്കാരനാവണ്ടായിരുന്നെങ്കിലേ ഈ ആവശ്യത്തിന് നിധി ഇങ്ങോട്ട് വരാനേ പാടില്ലായിരുന്നു. അമ്മയും മോളും കൂടി ഇങ്ങേരെ സോപ്പിട്ട് കാര്യം നടത്തിയിട്ട് എന്നെ കാണിക്കാൻ വേണ്ടി പുണ്യാളരാവാൻ ശ്രമിക്കണ്ട. അമ്മായി കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഈ കടം ചേച്ചി വീട്ടിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നിന്റെ ചേച്ചിക്ക് ഇനിയും ഈശ്വരമംഗലത്ത് കെട്ടിലമ്മയായി ജീവിക്കാൻ പറ്റണ്ടേ? വസുന്ധര അവളെ അവിടുന്ന് അടിച്ചിറക്കും. പഴയ പോലെ പിന്നെ അവക്ക് പാലും പത്രവും വിൽക്കേണ്ടി വരും. പിന്നെ എങ്ങനെ അവൾക്ക് 5 ലക്ഷത്തിന്റെ കടം വീട്ടാൻ പറ്റും? ഇനി എന്റെ മോൾക്ക് ഒരിക്കലും ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ ഗൗതം നിധിയെ കൈവിട്ടാൽ എന്റെ തല മുണ്ടനം ചെയ്ത് കരി പൂശി ഏട്ടത്തിന്റെ മുന്നിൽ ഏത്തോടാം. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ അമ്മായിക്ക് ധൈര്യമുണ്ടോ? ചേച്ചി സുഖമായും സ്വസ്ഥമായും ജീവിച്ച് കാണിച്ചാ അമ്മായി തല മുട്ടയടിക്കോ? നിനക്ക് ഗ്ലാമർ പോകുന്ന പേടിയുണ്ടെങ്കിൽ ശിവാനിയെ മുട്ടയടിപ്പിച്ചാലും മതി. ഞാനും ശിവാനിയൊന്നുമല്ല, നിങ്ങളാ. സ്വന്തം ഭാര്യയും മകളെയും തോൽപ്പിക്കുന്ന നിങ്ങൾ ഒരുത്തനോ തല മൊട്ടയടിച്ച് മല കയറാൻ പോകുന്നത്. ആ കാഴ്ച ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും. ശരിയാ, ചിലപ്പോ ഞാൻ തലമുണ്ടനം ചെയ്യുന്നത് നിനക്ക് കാണേണ്ടി വരും. നീയും ശിവാനിയും നന്നായാൽ കാവടിയെടുത്ത് തലമുണ്ടനം ചെയ്ത് പഴനിമല കയറാന്ന് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. എങ്കിൽ ഒരു കാലത്തും അമ്മാവന് പളനി പോവേണ്ടി വരില്ല. പട്ടിയുടെ വാലും അമ്മായിയുടെ ശിവാനിയുടെ സ്വഭാവവും ഒരു കാലത്തും നേരാവില്ല. നീ പോടാ. ദേ, സമയം കളയാതെ നിങ്ങൾ വേഗം റെഡിയാവ്. ഈ പണം അധിക നേരം കയ്യിൽ വെക്കുന്ന സേഫ് അല്ല. ഏട്ടാ, എവിടുന്നാ കടം വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. നിധിയാ? അവളോട് അധിക നേരം സംസാരിച്ച് സമയം കളയണ്ട. നമ്മൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞാൽ മതി. അത് കട്ട് ചെയ്യ്. ഹലോ മോളെ. അമ്മ ഇറങ്ങിയോ? ഇല്ല മോളെ, റെഡിയാവാൻ പോകുന്നേ ഉള്ളൂ. നന്നായി. ഇറങ്ങി കാണുമെന്ന് ഞാൻ പേടിച്ചു. എന്താ മോളെ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഇവിടെ ഒരു പ്രശ്നമില്ലമ്മേ. എനിക്ക് വേറൊരു കാര്യം സംസാരിക്കാനുണ്ട്, അതിനാ വിളിച്ചത്. എന്താ? നിഖിലടുത്തുണ്ടോ? ഉണ്ട്. എന്നൊന്ന് ലൗഡ് സ്പീക്കറിലിടോ. എനിക്ക് പറയാനുള്ളത് അവനും കേൾക്കണം. ആ. ഹായ് ചേച്ചി. എനിക്കങ്ങോട്ട് വരാൻ പറ്റാത്തതിലെ വലിയ വിഷമമുണ്ട്. അതിലൊരു സങ്കടവും വേണ്ട. പഠിത്തം തന്നെയാണ് നിനക്കിപ്പോ പ്രധാനം. പക്ഷേ എനിക്ക് നിന്റെ ചെറിയൊരു സഹായം വേണം. അത് കഴിഞ്ഞ് നീ കോളേജിൽ പോയാൽ മതി. എന്തായാലും ചേച്ചി പറ, ഞാൻ ചെയ്തിരിക്കും. ശരി. അമ്മ ഇവിടെ വന്ന് എങ്ങനെ പെരുമാറണമെന്ന്
നീ ഒരു ട്രെയിനിങ് കൊടുത്ത് വേണം വിടാൻ. എന്ത് ട്രെയിനിങ്? എനിക്ക് പറയാനുള്ളതെല്ലാം വിശദമായിട്ട് പറഞ്ഞ് ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ നിഖിലിന് അയച്ചിട്ടുണ്ട്. അതനുസരിച്ച് വേണം അമ്മ ഇവിടെ വന്ന് പെരുമാറാൻ. അതനുസരിച്ച് അമ്മയെ മാറ്റിയെടുക്കുന്ന ജോലി നിഖിലിന്റേതാ. എന്നെ മാറ്റിയെടുക്കാനോ? നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? അമ്മ കൂടുതലൊന്നും അറിയണ്ട. നിഖിൽ പറയുന്നതൊക്കെ അനുസരിക്കുക. എന്നിട്ട് ഏറ്റവും നല്ല സാരിയും ഗൗതം വാങ്ങിത്തന്ന നെക്ലസ് ഇട്ടുകൊണ്ട് വേണം ഇങ്ങോട്ട് വരാൻ. എനിക്ക് കാര്യം ഏതാണ്ട് പിടിയിട്ടിട്ടുണ്ട് ചേച്ചി. ഉം. ചേച്ചി ഈശ്വരമംഗലത്ത് പ്രതീക്ഷിക്കുന്നത് കുറച്ച് ബോൾഡായ അമ്മയാണല്ലേ? കറക്റ്റ്. അമ്മായിയുടെ മുൻപിൽ ഇപ്പൊ അമ്മ നട്ടലുയർത്തി നിൽക്കുന്നില്ലേ? അതുപോലെ വസുന്ധര ആന്റിയുടെ മുൻപിലും നിൽക്കണം. അയ്യോ മോളെ. ചേച്ചി ധൈര്യമായിട്ടിരിക്കെ. അമ്മയ്ക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ശരി, നിന്റെ എക്സാമിന് ബെസ്റ്റ് വിഷസ്. നന്നായി എഴുത. താങ്ക്സ് ചേച്ചി. ശരി.